കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ കണ്ടെത്തി. 30 വയസ്സ് മതിക്കുന്ന ഇവർ ഉത്തരേന്ത്യക്കാരിയാണെന്ന് കരുതുന്നു. യുവതിയെ പോലീസും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് മഹിളാ മന്ദിരത്തിലെത്തിച്ചു. അവർ പ്രഗ്നന്റ് ആണെന്നൊരു സംശയം പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് കൺഫേം ചെയ്തിട്ട് അവരെ ഏതെങ്കിലും ചികിത്സാ സംബന്ധമായി എവിടെയെങ്കിലും ആക്കാനാണ് ഗണേശൻ അറിയിക്കുന്നത്. ഒരാഴ്ചക്കാലമായിട്ട് ഈ കടക്കാർ കൊടുക്കുന്ന വടയും സ്നാക്സും ചായയും മാത്രമാണ് അവരുടെ ഭക്ഷണം. അവിടെ നിന്ന് പ്രാഥമിക കർമ്മങ്ങൾക്ക് പോലും പോകുന്നതായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തോളമായി ഈ യുവതി കഴിഞ്ഞു വന്നത് കൊല്ലത്തിലെ ഒരു ബസ് സ്റ്റോപ്പിന്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിലായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ബസ് സ്റ്റോപ്പിൽ ഒരു യുവതി ഇരിക്കുന്നത് സമീപത്തെ കടക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരേ ഇരിപ്പായിരുന്നു. കച്ചവടക്കാർ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് വിവരങ്ങൾ ആരായാൻ ശ്രമിച്ചപ്പോഴാണ് അന്യസംസ്ഥാനക്കാരിയാണ് യുവതിയെന്ന് മനസ്സിലാകുന്നത്. പൂനം എന്ന് പേരു മാത്രമായിരുന്നു ആ യുവതി പേര് പറഞ്ഞത്. ഊണൊന്നുമില്ല, സംസാരിക്കുകയോ പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മളാണ് ഈ ആഹാരങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുകൊടുക്കുന്നത്. പെൺകുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അബു താഹിർ പെൺകുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകി. വഴിയാത്രക്കിടെയാണ് ഈ യുവതി പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശുമായി ബന്ധപ്പെട്ടു. ഗണേശും സാമൂഹ്യ പ്രവർത്തകനായ ശ്യാമും സ്ഥലത്തെത്തി. വിവരമറിഞ്ഞ് പോലീസും എത്തി. പെൺകുട്ടിയുടെ വയറ് വീർത്തിരിക്കുന്നത് കണ്ട് ഗർഭിണിയാണെന്ന് സംശയം തോന്നിയ ഇവർ പെൺകുട്ടിയെ ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയിൽ ഗർഭിണി അല്ല എന്ന് വ്യക്തമായി. പിന്നീട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വസ്ത്രങ്ങൾ നൽകി. വിവരമറിഞ്ഞ ഉടൻ തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ഇവരെ മഹിളാ മന്ദിരത്തിലെത്തിക്കുവാൻ നിർദ്ദേശിച്ചു. അന്യസംസ്ഥാന തൊഴിലാളിയായ പൂനം എന്ന സ്ത്രീയെ ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേശും പാർട്ടിയും ചേർന്ന് മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് ഇതിന്റെ ബന്ധുക്കളെ തിരിച്ചറിയുന്നതിലേക്ക് താൽക്കാലികമായി കാറ്റിക്കോട് മഹാമന്ദിരത്തിൽ താമസിപ്പിച്ചു വരുന്നതാണ്. അറിയാത്ത ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് മൂലം യുവതി അതിന്റെ അമ്പരപ്പിലും വിഷാദത്തിലുമാണ് കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്.